ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി തുറവൂരുള്ള ഇൻഫ്രാവാട്സിൻ്റെ സൈറ്റിലാണ്. എൻ്റെ പേര് അജിത്, സ്ട്രക്ചറൽ കൺസൾട്ടൻ്റ് ആണ്, മാർമാഗ് ഇൻഫ്ര പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ന് ഞാൻ ഇതിലേക്ക് വരാനുള്ള കാരണം ഈ പൈലിംഗ് ആണ്. ഇന്ന് നമുക്ക് പൈലിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. പലപ്പോഴും റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളിൽ സ്ട്രക്ചറൽ കൺസൾട്ടൻസി ഒഴിവാക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഐറ്റമാണ് സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്വൈസുകൾ കളക്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ ചെയ്ത് വേണം ഒരു ബിൽഡിംഗ് എക്സിക്യൂട്ട് ചെയ്യാൻ. ആ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് തന്നെയാണ് കോൺട്രാക്ടറെ സംബന്ധിച്ച് സൈറ്റിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു ഡ്രോയിങ്. അത് പലപ്പോഴും എൻജിനീയർഡ് അല്ലാണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, എസ്പെഷ്യലി റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളിൽ. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ നമ്മൾ വന്നതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് വാല്യൂ അഡീഷൻ കൊടുക്കാൻ പറ്റി. ഇതൊരു പാടത്താണ് നിൽക്കുന്നത്. ഇവിടെ വെച്ച് നമ്മൾ ഒരു നോർമൽ ഐസൊലേറ്റഡ് ഫുട്ടിംഗ് കൺസെപ്റ്റിൽ പോയിരുന്നെങ്കിൽ ഭാവിയിൽ സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇവിടെ ലക്കിലി ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് ഇൻഫ്രാവാട്സ് എഞ്ചിനീയറിംഗ് ആണ്, ജസ്റ്റിനാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. തുടക്കം മുതൽ തന്നെ അവർക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചറൽ ഡിസൈൻ അഡ്വൈസ് കിട്ടിയിട്ടേ അവർ മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന് ആദ്യമേ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു. ഇപ്പോൾ ഇവിടെ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാക്ടർ മൗണ്ടറായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ DMC പൈലാണ് ഈ പർട്ടിക്കുലർ പ്ലോട്ടിൽ റെക്കമെൻഡ് ചെയ്തത്. ഇതൊരു റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ്. യൂഷ്വലി ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിന് പൈലിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ 50 വർഷം 100 വർഷത്തേക്കുള്ളൊരു ബിൽഡിങ്ങാണ് പണിയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കുന്നതിനേക്കാൾ ഉപരി അത് എത്ര കാലം നിൽക്കണം എന്നുള്ളത് നോക്കിയിട്ടായിരിക്കുമല്ലോ നമുക്ക് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇത് നമുക്ക് പ്ലോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇത് ആക്ച്വലി ഒരു പാടമായിരുന്നു മുന്നേ. അത് ബാക്ക് ഫില്ല് ചെയ്തിട്ട് അറൗണ്ട് 2 മീറ്ററോളം ബാക്ക് ഫില്ല് ചെയ്തിട്ടാണ് ഈ പ്ലോട്ട് ഞങ്ങൾ വരുമ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടം നോക്കിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തു ഒരു സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് ഇതിനു വേണ്ടി ചെയ്യണം, എങ്ങനെയായിരിക്കും ഈ സോയിൽ എന്നുള്ളതൊന്ന് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ചെറിയ ചിലവിൽ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റി നമുക്ക്. അത് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടത് മുകളിലെ 2 മീറ്റർ മാത്രമേ ഉള്ളൂ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു എർത്ത്. അതിനൊക്കെ താഴേക്ക് മുഴുവൻ ചെളിയാണ്, അറൗണ്ട് ഒരു 10 മീറ്റർ താഴത്തേക്ക്. അപ്പോൾ അത്തരം ഒരു ഫ്ലോറിലേക്ക് നമുക്ക് 2 നില വീട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഇൻ ഫ്യൂച്ചർ എക്സ്പാൻഷനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നൊരു വീടിന് എപ്പോഴും നമ്മൾ ഇത്തിരി കൂടി സ്ട്രെങ്ത് ഉള്ള ഒരു ഫൗണ്ടേഷൻ എപ്പോഴും ചൂസ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി സോയിൽ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു സോയിൽ ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ ഒപ്പം. അവർ റെക്കമെൻഡ് ചെയ്തത് ഒന്നല്ലെങ്കിൽ സോയിൽ ഇമ്പ്രൂവ് ചെയ്യാം, എന്നിട്ട് റാഫ്റ്റ് മോഡലിലേക്ക് നമുക്ക് പണിയാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ റിംഡ് പൈൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ DMC പൈൽ ഓപ്ഷൻ. അങ്ങനെ 3 ഓപ്ഷനാണ് നമുക്ക് ഈ പർട്ടിക്കുലർ സൈറ്റിൽ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റെക്കമെൻഡ് ചെയ്തത്. അതിൽ DMC പൈലാണ് നമ്മൾ ഇതിൽ കുറച്ച് നമ്പർ ഓഫ് പൈലിൻ്റെ തന്നെ നമുക്ക് ഇത് ചെയ്തു തീർക്കാനും പെട്ടെന്ന് തീർക്കാനും വേണ്ടി നമ്മൾ DMC പൈലിലേക്കാണ് ഓപ്റ്റ് ചെയ്തത്. എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാനുള്ളത്, ഏതൊരു ചെറിയ ബിൽഡിംഗ് ആണോ വലിയ ബിൽഡിംഗ് ആണോ എന്നുള്ളത് നോക്കിയല്ല നമ്മൾ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എല്ലാ ബിൽഡിങ്സിനും ഡെഫിനറ്റായിട്ട് ഒരു മിനിമം സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ അഡ്വൈസ് നിങ്ങൾ നിർബന്ധമായി എടുത്തിരിക്കണം.